യാതൊരുവിധ ഒത്തുതീർപ്പുകൾക്കും എതിർകക്ഷി തയ്യാറാകാതെ വന്നപ്പോൾ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. അതിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടായി. മിസ്റ്റർ വിജയകുമാറിന്റെ ന്യായങ്ങൾ ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ കേസിൽ എതിർകക്ഷിയായ സണ്ണിയാണ് വിസ്തരിക്കേണ്ടത്. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. അതല്ലാതെ വേറൊന്നും ഈ സണ്ണിക്ക് ബോധിപ്പിക്കാനുമില്ല. അമ്മു വിജയകുമാർ ശശികല ദമ്പതിമാരുടെ കുട്ടിയല്ല എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം പണം കൈക്കലാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ കോടതിയെ സമീപിച്ചത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. എതിർഭാഗം വക്കീലിന്റെ ആർഗ്യുമെന്റിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. മിസ്റ്റർ രാജേന്ദ്രൻ, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ദയവായി ഒഴിവാക്കുക. ഐ എം സോറി യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. പറയൂ, ഈ കുട്ടി അവരുടേതല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? സത്യവിരോധം പറയരുത് വക്കീലെ, ഈ കുട്ടി അവരുടെ തന്നെയാണ്. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. ഈ കേസിലെ പ്രധാന കണ്ണിയും ഈ കേസിന്റെ അന്തിമ ഫലം അനുഭവിക്കേണ്ടതുമായ അമ്മുവിനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. യെസ്. മോളെ അമ്മു, ഈ നിൽക്കുന്നത് മോളുടെ ആരാ? പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. 6 വയസ്സുകാരിയായ കുഞ്ഞിന്റെ മനസ്സിൽ ഈ നിൽക്കുന്ന സണ്ണി തന്റെ സ്വന്തം പിതാവാണ്. സണ്ണിയെയും ഭാര്യയെയും സ്വന്തം പിതാവും മാതാവുമായി കുഞ്ഞ് മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതിന് പറിച്ചു മാറ്റുന്നത് ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന ക്രൂരതയാണ് സർ. അതൊരു മനുഷ്യത്വമല്ല യുവർ ഓണർ. അതുകൊണ്ട് ആ കുഞ്ഞ് അവരോടൊപ്പം വളരാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. എന്റെ സുഹൃത്ത് മനഃപൂർവ്വം ഒരു നാടകീയ മുഹൂർത്തം സൃഷ്ടിച്ച് സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതി. നന്ദഗോപരും യശോദയും ചേർന്ന് വളർത്തിയെന്ന് കരുതി വസുദേവരും ദേവകിയുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളെന്ന് പറയാൻ എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് രാജേന്ദ്രന് കഴിയുമോ? ഓർഡർ, ഓർഡർ. സാറേ, ഞങ്ങളുടെ ജീവിതം വളരെ പരിതാപകരമാണ്. ഞങ്ങളുടെ സ്വന്തം കുട്ടികളെ വളർത്താൻ പോലും ഞങ്ങൾ പെടാപ്പാടുപെടുകയാണ്. ആ കൂട്ടത്തിൽ ഇതൊക്കെ ആണെങ്കിലും ഇതുവരെ ഞാൻ ഇവൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. 6ാം പനി പിടിച്ച് ആശുപത്രിയിൽ 6ാം വാർഡിൽ കിടന്നപ്പോ 6000 രൂപയാണ് ഞാൻ ഇവൾക്ക് വേണ്ടി ചെലവാക്കിയത്. സത്യം. വെറുതെ ബെഡായി പൊട്ടിക്കല്ലേ. എനിക്കിതുവരെ ഒരു ചെറിയ പനി പോലും വന്നിട്ടില്ല. ഇവൾക്ക് അമ്മൻ, അതായത് ചിക്കൻ പോക്സ് വന്നപ്പോ മണിക്കൂറിൽ 4 കരിക്ക് വീതം മേടിച്ചു കൊടുക്കണമെന്ന് വൈദ്യര് പറഞ്ഞപ്പോ 10000 രൂപ കടം മേടിച്ചിട്ടാണ് 3 മാസത്തെ കരിക്കിന്റെ കാശം കൊടുത്ത് തീർത്തത്. അയ്യോ, ഈ അമ്മൂന് അമ്മൻ പോയിട്ട് ഒരു തുമ്മൽ പോലും വന്നില്ലല്ലോ പപ്പ. ഇവളെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്കുണ്ടായ മാനക്കേട്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതെല്ലാം കണക്കിലെടുത്ത് സാറ് മനസ്സറിഞ്ഞൊരു തീരുമാനം എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സണ്ണിക്ക് ഇത്രേ പറയാനുള്ളൂ. കേസ് അടുത്ത മാസം 10ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഇത് കുടിച്ചോളൂ. ജീവിതം മുഴുവനും പാവയ്ക്കാനീര് കുടിച്ച അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. ഈ സമയത്തെങ്കിലും ഈ കയ്പനീര് നിനക്കൊന്ന് ഒഴിവാക്കിക്കൂടെ? ഇന്നു മുതൽ രാവിലെ മാത്രമേ ഉള്ളൂ ചായ. അതെന്നാ അങ്ങനെ? ഇവിടെ മനുഷ്യനാകെ വട്ടുപിടിച്ചിരിക്കുക. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വട്ടുപിടിക്കല്ലേ വട്ടുപിടിക്കല്ലേ എന്ന്. ഒരു ഡ്രൈവർ വെച്ചാ പോരെ, അപ്പൊ കാശിന് ലാഭം നോക്കും. എന്റെ ഈശ്വര, ഞാൻ കാറിന്റെ വട്ടുപിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എന്റെ തലയ്ക്ക് വട്ടുപിടിച്ചു ആ കുട്ടിയുടെ കാര്യം ഓർത്തിട്ട്. ആ അങ്ങനെ വരട്ടെ. എന്റെ ഇപ്പോഴത്തെ ഒരു ബലമായ സംശയം ആ കുട്ടി നിങ്ങളുടേതാണോന്നാ. എന്റെ പൊന്നു പ്രിയേ, നിനക്ക് അങ്ങനൊരു സംശയമുണ്ട്? ദൈവദോഷം പറയരുത്. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി അവരുടേതാണെന്ന് തെളിയിക്കാൻ രക്തപരിശോധനയോ അങ്ങനെ എന്തോ ഒരു സൂത്രം ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യില്. ആ രീതി അങ്ങ് ഉപയോഗിച്ചുകൂടെ? ആ രീതി എനിക്ക് അറിയാഞ്ഞിട്ടല്ല, കോടതി അത് ആവശ്യപ്പെട്ടില്ലല്ലോ. ഏതായാലും വിധി വരട്ടെ. നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ആ വഴി നോക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ പിടിക്കാതെ ഇതങ്ങ് കുടിക്കണം. അവളോക്കി, ഇത് ഞാൻ കുടിക്കുന്ന പ്രശ്നമില്ല. ഇനി നീ എന്നെ ഡൈവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാലും ഞാൻ കുടിക്കില്ല. നീ പോയി നന്നായിട്ട് പഞ്ചസാര ഇട്ട് കലക്കി ഒരു ചായ ഇങ്ങോട്ട് കൊണ്ടുപോവാ. പോയി വരുന്നു. അവളുടെ അമ്മയുടെ ഒരു പ്രമേഹം. ചത്തു പോണേ അങ്ങോട്ട് ചത്തുപോട്ടെ. അത്രയും കാലം സുഖമായിട്ടിരിക്കാലോ. ഓം നമോ ഭഗവതി. ഓം കാളി കാളി. കാണുന്നത് പറയാം. സംഭവിക്കാൻ പാടില്ലാത്ത മാർഗത്തിലൂടെയാണ് ആ കുട്ടിയുടെ ജനനം. ആ ജന്മം ഈ വീട്ടിനുള്ളിൽ കാലെടുത്ത് കുത്തിയാൽ ഒരു മരണം നടക്കാനുള്ള ലക്ഷണം തെളിഞ്ഞു കാണുന്നു. ആ കുട്ടി ഈ വീട്ടുപടി കടക്കാൻ പാടില്ല. കടന്നാൽ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഒഴിഞ്ഞ സമയമുണ്ടാവില്ല.
കറുത്ത ഭൂതങ്ങളുടെ ഘോഷയാത്ര കാണുന്നു. അതുകൊണ്ട് വീട്ടിലുള്ളവർ വെള്ളം, തീ, വാഹനം ഇതുമായി ബന്ധപ്പെടരുത്. ചക്കനവിടെ പോയി കിടന്നു. മുറിക്കകത്തുണ്ട്. കർമ്മബന്ധ ദുരിത പരിഹാരിണി, ശത്രു സംഹാര സർവരോഗ പരിഹാരി, എടാ വിജയ, ഈ യന്ത്രം എന്തെടുക്ക അവിടെ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുക? അപ്പുറത്ത് പറഞ്ഞല്ലോ, നീ കേട്ടോ? അച്ഛൻ തന്നെ കേട്ടാ മതി, ഞങ്ങളൊന്ന് വെറുതെ വിടും. വേണ്ടാത്തൊക്കെ കാണിച്ചു കൂട്ടുമ്പോ ആലോചിക്കണം. ഇനിയിപ്പോ അദ്ദേഹം പറയുന്ന അക്ഷരം പ്രതി കൊണ്ട് അനുസരിച്ചോളാം. അതാ നല്ലത് നിനക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട. അനുഭവം കൊണ്ടേ പഠിക്കുള്ളൂ. നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. ഞാനൊന്നും പറയുന്നില്ല. ഇതാ മണ്ണ്. മതി മതി. ഈ വീട് എന്റെ വീട്, അത് മിനിക്കുട്ടിയുടെ വീട്. അപ്പൊ എന്റെ വീട് എവിടെ? നിനക്കെന്തിനാ വീട്? നീ വേറെ വീട്ടിലേക്ക് പോവല്ലേ? മിനി ചേച്ചി എന്തായി പറയണേ? അവള് പറഞ്ഞത് ശരിയാ. കുറച്ചു ദിവസം കഴിഞ്ഞാ നീ വേറെ വീട്ടിലേക്ക് പോകും. ഒരു അങ്കിള് വേണ്ടി വന്ന് നിന്നെ വിളിച്ചോണ്ട് പോകും. ഞാൻ എങ്ങും പോവില്ല. നീ പോയില്ലെങ്കിൽ നിന്നെ അവർ പിടിച്ചോണ്ട് പോകും. അമ്മോ, നീ എന്തായി കാണിക്കുന്നത്? പിന്നെ എന്തിനാ വേണ്ടതൊക്കെ പറയുന്നേ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. നീ കാരണം എല്ലാം പോയി. പോയി വേറെ മണ്ണെടുത്തോണ്ട് ഓടി. എനിക്ക് പറ്റില്ല. പറ്റില്ലെങ്കിൽ മണ്ണെടുത്തിന്റെ തലയിലിടും. പോയി എടുത്തോണ്ട് ഓടി. ഞാൻ പോവില്ല. നീ നിന്നോട് എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. ഇവര് പറയാ കുറച്ചു ദിവസം കഴിയുമ്പോ ഞാൻ വേറെ വീട്ടിലേക്ക് പോകുന്നു. വേറെ ആരോ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. നിങ്ങൾ എന്തിനാ വേണ്ടാത്തൊക്കെ പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണേ? 3 പേരും മിണ്ടാണ്ടിരുന്ന് കളിച്ചോണം. ആ ടെസ്റ്റ് ട്യൂബ് ബേബിയെ സംബന്ധിച്ച ഈ കേസിൽ ആശുപത്രിയിൽ നടന്നു എന്ന് പറയുന്ന പാകപ്പിഴയെക്കുറിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ എതിർഭാഗം വക്കീലിന് കഴിയാതെ വന്ന ഈ സാഹചര്യത്തിൽ കുഞ്ഞ് വിജയകുമാർ ശശികല ദമ്പതികളുടേത് തന്നെയാണെന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ സണ്ണി സെലീന ദമ്പതികളോടൊപ്പം വളരുന്ന അമ്മുവിനെ ഒരാഴ്ചക്കകം വിജയകുമാർ ശശികല ദമ്പതികൾ സ്വീകരിക്കേണ്ടതാണ്. 2 കക്ഷികളും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം സണ്ണി സെലീന ദമ്പതികൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന തുകയുടെ ബാക്കിയും 6 വയസ്സുവരെ സണ്ണി സെലീന ദമ്പതികൾ അമ്മുവിനെ വളർത്തി എന്ന വസ്തുതയും കണക്കിലെടുത്ത് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഈ കോടതി വിധിക്കുന്നു. ഈ വിധിയെക്കുറിച്ച് ഡോക്ടർ സാറിന് എന്താ പറയാനുള്ളത്? സത്യത്തെ എത്ര കട്ടിയുള്ള കമ്പിളി കൊണ്ട് പൊറിഞ്ഞാലും എന്നേക്കുമായി അതൊരിക്കലും മറക്കാനാവില്ല. നമുക്ക് തന്നെ നോക്കാം. ഈ വിധിയെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? പ്രതീക്ഷിച്ച തുക കിട്ടാത്തതുകൊണ്ട് ഒന്നുകൂടി ബലമായിട്ട് പിടിച്ച് മറ്റൊരു കേസ് കൊടുത്താലോ എന്നാണ് എന്റെ ഇപ്പോഴത്തെ ആലോചന. ഫോട്ടോഗ്രാഫർ ഇവിടെ. ഫോട്ടോ എടുക്ക്. ഇനി വേണമെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ രക്തസാക്ഷികളായ 2 മാപ്പ് സാക്ഷികൾ എന്ന തലക്കെട്ടോടുകൂടി ഞങ്ങൾ രണ്ടുപേരുടെയും കളർ ഫോട്ടോയും കൊടുക്കാം. എടുത്തോ. ശരി മോളെ, എക്സ്പ്രഷൻ കൊണ്ട്. ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ടെസ്റ്റ് ട്യൂബ് ബേബി കേസിന് ഒടുവിൽ ആഹ്ലാദകരമായ പരിസമാപ്തി. വിജയകുമാറും ശശികലയും തന്നെയാണ് അമ്മുവിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ എന്ന് കോടതി വിധിച്ചു. അമ്മു ഇത്രയും കാലം പ്രസവിച്ച അമ്മയായ സെലീനയോടൊപ്പം കഴിഞ്ഞു വരികയായിരുന്നു. പുതിയ അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോവാൻ അമ്മുന് സന്തോഷാണോ? പുതിയ അച്ഛനും അമ്മയോ? അങ്കിൾ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിരിക്കട്ടെ, അമ്മുവിന് ഭാവിയിൽ ആരാകാനാണ് ഇഷ്ടം? എനിക്ക് ആകാശത്ത് കൂടി ഇങ്ങനെ എയറോപ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് ആവണം. ഈ പുത്തൻ ഉടുപ്പൊക്കെ ഇടിച്ച് എന്നെ എങ്ങോട്ടാ മമ്മ കൊണ്ടുപോണേ? മമ്മ എന്തിനാ കരയണേ? മമ്മ കരഞ്ഞതല്ല, കണ്ണിലെന്തോ പൊടി പോയതാ. ഇതുവരെ ഒരുക്കി കഴിഞ്ഞില്ലേ? അവർ രണ്ടുപേരും സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് കൊണ്ടുപോകേണ്ടതാ. ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ? മാസത്തിൽ ഒരിക്കലെങ്കിലും മോളെ ഒന്ന് കാണാനുള്ള ഒരു അനുവാദം വേണമെന്ന് അവരോട് പറയണം. വേണ്ട, ഇനി ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. എന്തെങ്കിലും ഒരിക്കൽ പിരിയേണ്ടി വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലേ? വാ നീ വാ.
കൊണ്ടുവച്ചു. അതൊക്കെ അവര് കൊണ്ടുവച്ചോളും. അമ്മൂനെ ഇവിടുന്ന് കൊണ്ടുപോവാ? അമ്മു വേറെ വീട്ടിലേക്ക് പോവാ? നിങ്ങൾ ഉടുപ്പൊക്കെ മാറ്. പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? കിട്ടി. എല്ലാം എടുത്ത് വെക്ക്, വന്നിട്ട് നോക്കണം. ഞങ്ങൾ പോയിട്ട് ഉടനെ വരാം. വന്നേ. മമ്മ എന്താ സലീനായി കാണിക്കുന്നത്? ഇവിടെ വക്കീലിന്റെ അടുത്ത് പോകുന്ന ആദ്യമായിട്ടാണോ? ഞാൻ പോയിട്ട് വേഗം വരാം മമ്മ. വരുമ്പോ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയേക്കണേ. ഗുലാബ് ജാം പപ്പ പോകുന്ന വഴിക്ക് വാങ്ങിച്ചു തരാം. ഞാൻ വരുമ്പോഴേക്ക് ഹോംവർക്ക് തീർത്ത് വെച്ചോ. നമുക്ക് മായാവി കളിക്കണം. ടാറ്റാ. ടാറ്റാ. മുഴുവൻ തുകയും എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോ ആ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പപ്പ 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 എവിടെയാ പോന്നെ? ഞാനും വരാം. വേണ്ട, മോൾ ഇവിടെ നിന്നാ മതി. ഇനി മോടെ കാര്യങ്ങൾ നോക്കാൻ ഈ മമ്മിയുണ്ട്. ഇത് മമ്മയല്ലല്ലോ, ആന്റി അല്ലേ? എന്നാ ഇന്നു മുതൽ ഈ ആന്റിയാ മോളുടെ മമ്മ. ആന്റി എങ്ങനെ മമ്മയാകും? വക്കീലെങ്കിൽ എന്തൊരു മണ്ടത്തരായി പറയണേ അല്ലേ പാപ്പ? അമ്മ വന്നേ, അമ്മയൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്. വേണ്ട, ഞാൻ വരുന്നില്ല. മോള് അമ്മയുടെ കൂടെ ചെല്ലേ. അപ്പ ഗുലാബ് ജാമുൻ ഐസ്ക്രീമും മേടിച്ചോളൂ തരാം. ശരി മോളെ. പിന്നെ ഈ പാപ്പ വേഗം വരണേ. മിനി ചേച്ചിയും ജോമോനും എന്നെ കാത്തിരിക്കും. ശരി ശരി. മോളെ, അമ്മയുടെ ഈ കൈയുണ്ടോ? അതുപോലെ നെയിൽ പോളിഷ് ഒക്കെ മോളുടെ കയ്യിലിട്ട് നന്നായിട്ടുണ്ടല്ലേ? ഇവിടെ എന്താ നടക്കണത്? ഈ കുട്ടി ശശികലയുടെ കൈയും പിടിച്ച് നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ആ പോയവന്റെ വീട്ടിൽ വളർന്ന സന്താനത്തെയാ സ്വന്തം ചോരയാണെന്നും പറഞ്ഞ് വളർത്താൻ പോണത് അല്ലേ? മാധവൻപിള്ള സാർ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവാതെ നോക്കുന്നതിലും വലിയൊരു യാഥാർത്ഥ്യമൊന്നും എനിക്കില്ല. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണെന്ന് കോടതി വിധിച്ചത് അച്ഛനും അറിയാവുന്നതല്ലേ? എടാ, കോടതി വിധിക്കുന്നതെല്ലാം സത്യമാണെന്ന് നിന്നെ എരപ്പാളി പഠിപ്പിച്ചത്? അതൊക്കെ വക്കീലിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അച്ഛാ, അമ്മൂനെ നമ്മൾ ദത്തെടുത്ത് വളർത്തുന്ന കുട്ടിയാണെന്ന് കരുതിയ പോരെ? ദത്തെടുക്കാനാണെങ്കിൽ നിനക്കൊരു വേശ്യ കുടുംബത്തിൽ ജനിച്ച കൊച്ചിനെ കിട്ടിയുള്ളൂ. ജോത്സ്യം പറഞ്ഞ എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടാവും. അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതല്ല. ഒരു കാര്യം, ഈ സത്വത്തിനെ കൊണ്ട് വീട്ടിൽ കാലടി തൂർത്തിപ്പോവരുത്. ഇപ്പൊ തന്നെ എവിടെയെങ്കിലും കൊണ്ട് കളാം. എന്റെ പിള്ളച്ചേട്ട ഒന്ന് സമാധാനിക്ക്. എന്താ വേണ്ട വെച്ചാൽ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ശശികലേ, വാ പോവാ. മോളെ കൂട്ടിക്കോളൂ. അച്ഛൻ വരുന്നുണ്ടോ? ഞങ്ങൾ വീട്ടിലേക്ക്. എന്റെ കാര്യം എന്താ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. അയ്യോ ആന്റി, ജോമോനും മിനിക്കുട്ടിയും കാത്തിരിക്കും. എനിക്ക് വേഗം വീട്ടിൽ പോണം. ഇത് അമ്മൂന്റെ വീടാ? അല്ല ആന്റി, വെറുതെ പറയാ. ഇവിടെ എന്റെ കൂടെ കളിക്കാൻ ആരുമില്ലല്ലോ. അമ്മൂന് എന്ത് കളിയാ കളിക്കേണ്ടത്? ഞാൻ കൂടാ പോരെ? അയ്യേ, ഇത്രയും വലിയ ആന്റി എന്റെ കൂടെ കളിക്കാനോ? മോശം മോശം. എന്താ കളിച്ചാല്? പിന്നെ അമ്മു ആന്റി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഒരു രസവുമില്ല. അമ്മു എന്നെ അമ്മേന്ന് വിളിച്ചാ മതി. അതാരുടെയാ? ഏത്? ആ കുഞ്ഞു കാറ്. എന്താ, അമ്മുന് വേണോ അത്? അമ്മു എന്നെ അമ്മേന്ന് വിളിക്കുകയാണെങ്കിൽ തരാം. ആദ്യം താ, എന്നിട്ട് വിളിക്കാം. മുത്തുമണിക്കാറ്. അമ്മേന്ന് വിളിച്ചില്ലല്ലോ. അമ്മേ. എന്താ എന്താ വിളിച്ചേ? ഞാൻ കേട്ടില്ല. അമ്മേ, 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 അമ്മേ.
ശശിയല്ലേ, ഇവിടെ ആ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയി കിടത്തിക്കൂടെ? അതെന്തിനാ? അവൾ ഇവിടെ കിടന്നോട്ടെ വിജയേട്ടാ. അല്ല, ഇവിടെ എങ്ങനെ 3 പേരും കൂടെ കിടക്കുന്നത്? അതിനുള്ള സ്ഥലം ഉണ്ടോ ഇവിടെ? വിജയേട്ട ആരെയെ പേടിക്കണേ? കുറച്ചുകൂടെ ധൈര്യം കാണിക്കണം. പേടിയുടെയും ധൈര്യത്തിന്റെയും കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? മോള് വാ, നമുക്ക് അപ്പുറത്തെ മുറിയിൽ കിടക്കാം. വാ. മോളിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. അയ്യേ, എന്റെ അമ്മക്കുട്ടിക്ക് പേടിയോ? ആരെങ്കിലും കേട്ടാ നാണക്കേടാ. ഞാൻ എന്നും മിനിക്കുട്ടിയുടെയും ജോമോന്റെയും നടുക്കാ കിടന്ന് ഉറങ്ങണേ. അവർ രണ്ടുപേരും എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ. ഇപ്പൊ അമ്മ മോളെ കെട്ടിപ്പിടിക്കാം. ഉറങ്ങിക്കോ. ആരാന്നാ ചോദിച്ചത്? ആരാ? നീയായിരുന്നു? നീ എന്തിനാ ഇവിടെ വന്നത്? നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? മനുഷ്യന് കിടക്കപ്പൊളി തരൂല്ല ശ്രീകരം. വാ ഇവിടെ, നിന്നെ ഞാനിന്ന് കാണിച്ചു തരാം. എടാ വിജയ, വിജയ, ഒന്ന് തുറന്നടാ. എന്താന്നോ? ഞാൻ കണ്ടില്ലേ, കിടക്കപ്പൊളി ഇല്ലാതെ രാത്രി മുഴുവൻ ഇറങ്ങി നടക്കുക ഈ കുട്ടി പിശാച്, മനുഷ്യനെ ഉറക്കാതിരിക്കാൻ. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. മോളെന്തിനാ മുറിന്ന് ഇറങ്ങിപ്പോയത്? പേടിയായിട്ടാ. പേടിക്കണ്ട. ആ, ലാളിക്ക് ലാളിച്ച് ലാളിച്ച് തലയെ കയറ്റി വെക്ക്, പിന്നെ അനുഭവിക്കും. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനോ? മോള് വാ. ശശി, അവളെ നമ്മുടെ മുറി കിടത്താം. മോള് പേടിക്കണ്ട, നിന്റെ അടുത്ത് അമ്മയുണ്ട്. കിടന്നുറങ്ങിക്കോ. മഞ്ഞക്കിളിയെ കുഞ്ഞിക്കുരുന്നേ മഞ്ഞത്തിരുന്നാടാ മുല്ലക്കൊടികൾ ചെല്ലത്തണലിൽ മെല്ലെ കരിഞ്ഞാടാ ഓരായിരം ചിരാതുപോൽ കിനാവിലും നിലാവുപോൽ എന്നുള്ളിൽ നീ മാത്രം, എന്നെന്നും നീ മാത്രം. മഞ്ഞക്കിളിയെ കുഞ്ഞിക്കുരുന്നേ മഞ്ഞത്തിരുന്നാടാ
എത്തണ